കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് അറിവില്ലായ്മ, ഞങ്ങൾക്കൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഞായറാഴ്ച ദിവസം മെഡിക്കൽ കോളേജിൽ എൻ്റെ അനുജൻ അഡ്മിറ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ മെയിൻ എൻട്രൻസ് കയറി അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ ഫുട്പാത്തിൽ നമ്മളാ ബിഗ് ബോസിലെ അനുമോളുടെ ചേച്ചി നിന്ന് 2-3 ആൾക്കാരുമായിട്ട്, കൂടെ 2-3 പിള്ളേരും ഉണ്ടായിരുന്നു. ആൺപിള്ളേർ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നോണ്ട് അവർ നമ്മളെ അടുത്തോട്ട് വന്നു. അനുമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇത് എനിക്ക് അനുമോൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങളതായ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഹോട്ട്സ്റ്റാർ ഇല്ല ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഹോട്ട്സ്റ്റാർ വേണ്ട സാറേ, സാറിൻ്റെ ഫോൺ നമ്പർ തന്നാൽ മതി, അതിലൊരു OTP വരും, അത് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം തന്നെ കൂടെ വന്ന പയ്യൻ നമുക്ക് ഫോൺ നമ്പർ വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി ഫോൺ നമ്പർ അങ്ങനെ കൊടുക്കത്തുമില്ല, കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ എന്തോ ആ നിമിഷം ഇവരിങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ ശരിയോ വോട്ടിങ്ങിൻ്റെ ഇതിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ് ഞായറാഴ്ചത്തെ വോട്ടിങ്ങിനാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞായറാഴ്ച അന്ന് വോട്ടുണ്ടോന്ന് പോലും എനിക്കറിയാം. അതെ, ഇതാണ് ഏറെ വൈറലായ ആളെയും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കറിയാം, അഖിൽമാരാർ തൊട്ട് ഇങ്ങോട്ട്, അഖിൽമാരാർ, ജിൻഡോ, അനുമോൾ, ഇവർക്ക് 3 പേർക്കും ഒരേ PR കമ്പനിയായിരുന്നു. വിനു എന്ന് പറയുന്ന ഈ ഒരു കള്ളഹിമാർ ഒരു പകയനായിരുന്നു. ഓന്റെ കള്ളവോട്ടിംഗ് മൂലമാണ് ഇവർ വിജയിച്ചതെന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉണ്ടാവുന്നത്. അതായത് ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥി സീസൺ 6 ജിൻഡോ, സീസൺ 7 അനുമോൾ, PR വിനു എന്ന് പറയുന്ന ഈ ഒരു പകയൻ. സ്ട്രാറ്റജി എന്താണ്? അതെ, കരച്ചിൽ കാർഡ്. 2 പേരും നല്ല രീതിയിൽ കരയുന്ന ആളുകളായിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് LGTB റെപ്രസെന്റ്. അതെ, ജിൻഡോ LGTB റെപ്രസെന്റ് ആയ ജന്മണി ദാസുമായിട്ട് വലിയ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് എന്തായി എന്ന് അറിയാൻ വയ്യ. ഓളിപ്പോഴും മറ്റേ അഭിഷേക് ശ്രീമാർ എന്ന് പറയുന്ന ഒരു പകയന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് കൊച്ചു പ്രേമൻ. ഇതേ നമ്മൾ ഈ സീസണിൽ നെഞ്ചിലേറ്റിയ ആദിലയും നൂറയും നമ്മുടെ അനുമോളും നെഞ്ചിലേറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം 2 പേരും ഒരുപോലെ സൂര്യ നമസ്കാരം, ജിൻഡോയും സൂര്യ നമസ്കാരം, അനുമോളും സൂര്യ നമസ്കാരം. പിന്നെ വരുന്നത് നമ്മുടെ ഈ പകയന്മാരാണ്, നമ്മുടെ മീഡിയ രാജ ടോക്സ്. ഈ 2 പകയന്മാര് അനുമോൾക്ക് വേണ്ടിയും ജിൻഡോയ്ക്ക് വേണ്ടിയും സദാസമയം ഇടതടവില്ലാതെ കഷ്ടപ്പെട്ട് അവരെ വെളുപ്പിച്ച 2 ഹിമാരകളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. താഴെ ഇവരുടെ ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ഗെയിം ടൈപ്പ്, നിലവാരം തീരെയില്ല. 2ഉം നിലവാരം തീരെയില്ല. അവിഹിതകൾ, ഫേക്ക് അലിഗേഷൻ അടിച്ചിറക്കുക, മറ്റുള്ളവരുടെ ജീവിതം വെച്ച് ഗെയിം കളിക്കുക, കള്ളം പറയുക. അനുമോളുടെ അവസ്ഥയെ മറച്ചല്ല, സെയിം കണ്ടന്റ് ആണ്. അവിഹിതം പൊക്കൽ, ഫേക്ക് അലിഗേഷൻ അടിച്ചിറക്കുക, മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുക, കള്ളം പറയുക. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വിനു എന്ന് പറയുന്ന ഈ പകയൻ അല്ലെങ്കിൽ ഇത്തരം PR-കൾ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് 3 മാസത്തെ കോഴ്സാണ് നൽകുന്നത്. എങ്ങനെ ബിഗ് ബോസിൽ കളിക്കണം, ഏതൊക്കെ ഘട്ടങ്ങളിൽ എങ്ങനെ പെരുമാറണം, ഏതൊക്കെ സ്ട്രാറ്റജി എടുക്കണം, ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം, എത്തരം ആളുകൾക്കെതിരെ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ 3 മാസത്തെ കോഴ്സ് നടത്തിയിട്ടാണ് ഈ കള്ളഹിമാറുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അതിനുശേഷം ശക്തമായ രീതിയിലുള്ള PR-ന്റെ പിൻബലം കൂടിയാവുമ്പോൾ ആ ഒരു പകയൻ അല്ലെങ്കിൽ ആ ഒരു പകയത്തി മത്സരിച്ച് വിജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്നാൽ ഇതിന് ശക്തമായ രീതിയിൽ ഈ സീസണിൽ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് ചാനലിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. എനിവേ, ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ വോട്ട് ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ? കമന്റായി രേഖപ്പെടുത്തുക. ആരെയാണ് നിങ്ങൾ ഏറ്റവും അധികം വിജയിയായി കാണാൻ ആഗ്രഹിക്കുന്നത്? കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.